ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും നമ്മുടെ വീഡിയോകൾക്ക് താഴെ കമൻ്റായി രേഖപ്പെടുത്തുന്ന ഒരു വളരെ വിഷമകരമായ ഒരു വാചകമാണ്, ഉസ്താദെ ഭർത്താവിൻ്റെ സ്വഭാവം കൊള്ളില്ല, ചിലപ്പോൾ ഭാര്യയുടെ സ്വഭാവം കൊള്ളില്ല, ഭർത്താവിൻ്റെ സ്വഭാവം നന്നാവാൻ ദുആരക്കണേ എന്നൊക്കെ പറയാറുണ്ട്. ഇന്നത്തെ വീഡിയോ നമ്മൾ പരിചയപ്പെടുന്നത് 14 സ്വഭാവമുള്ള ഭർത്താക്കന്മാർ ഭാര്യമാരെ വഞ്ചിക്കും. അതായത് 14 സ്വഭാവം ഭർത്താക്കന്മാർക്ക് പുരുഷന്മാർക്ക് ഉണ്ടാവാൻ പാടില്ല. അല്ലാഹു തആല കാക്കുമാറാവട്ടെ. ഏതൊക്കെയാണ് ആ മോശപ്പെട്ട സ്വഭാവങ്ങൾ? ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഇണക്കവും സ്നേഹവും കുന്നോളം വർദ്ധിക്കാൻ മഹത്തുക്കളായ ഉലമാക്കൾ പറഞ്ഞു തന്ന ഒരു ദുആയുണ്ട്, ഒരു ഇസ്മുമുണ്ട്, അള്ളാഹുവിൻ്റെ ഇസ്മ. ഈ ഇസ്മ നമ്മൾ ഓരോ നമസ്കാരത്തിന് ശേഷവും ഇനി പറയാൻ പോകുന്ന എണ്ണം നെഞ്ചിൽ കൈവച്ചിട്ട് നമ്മൾ പറഞ്ഞാൽ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ കുന്നോളം മലയോളം സ്നേഹവും ഇഷ്ടവും ഉണ്ടാകുമെന്ന് മഹത്തുക്കൾ പഠിപ്പിക്കുകയാണ്. ഏതാണ് ആ ദുആ, ഏതാണ് ആ ഇസ്മ? വിശദമായി ഒന്ന് കേട്ടാലോ? പല ഭാര്യമാരും പറയുന്നൊരു പരാതിയാണ്, ഉസ്താദെ എൻ്റെ ഭർത്താവിന് തീരെ വൃത്തിയില്ല, അദ്ദേഹം വീടി വലിച്ചിട്ട് സിഗരറ്റ് വലിച്ചിട്ട് വന്ന് കിടക്കുകയാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ വന്ന് കിടക്കല്ലേ, അടുത്ത് കിടക്കാനേ തോന്നാറില്ല. ഈ ഭർത്താക്കന്മാരുടെ ഇത്തരത്തിൽ ഒരുപാട് ദുസ്വഭാവങ്ങൾ അത് മാറാൻ ഭർത്താക്കന്മാർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊന്ന് കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹ ബഹുമാനം നിറഞ്ഞ ഉമ്മമാരെ, സഹോദരിമാരെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ഖൈറും സലാമത്തും ഏറ്റി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കുടുംബജീവിതത്തിൽ അല്ലാഹു തആല സ്വസ്ഥതയും ബറക്കത്തും ഏറ്റി നൽകുമാറാവട്ടെ. നമ്മുടെ മക്കളിൽ അല്ലാഹു തആല ഖൈറ് സലാമത്ത് ഏറ്റി നൽകട്ടെ. അല്ലാഹു തആല നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകൾക്കും മഗ്ഫിറത്ത് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇത് നമ്മൾ പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും കുടുംബജീവിതം അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. ആമീൻ. ഇപ്പോൾ ഒരുപാട് പേര് ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട്, വിവാഹ പ്രായമെത്തി വിവാഹം ശരിയാവാത്ത ആണുണ്ട് പെണ്ണുണ്ട്. അല്ലാഹു തആല എല്ലാവർക്കും ഖൈറായ ഇണകളെ കൊടുക്കുമാറാവട്ടെ. കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങളുള്ളവരുണ്ട്, പിണക്കങ്ങളിൽ കഴിയുന്നവരുണ്ട്, അസ്വസ്ഥതകൾ കഴിയുന്നവരുണ്ട്, പരസ്പരം സ്നേഹമില്ല, ഇണക്കമില്ല എന്നൊക്കെ പറയുന്ന ഒരുപാട് കമൻറ്റുകൾ നമ്മുടെ വീഡിയോകൾക്ക് താഴെയുണ്ട്. അള്ളാഹു എല്ലാവരുടെയും കുടുംബജീവിതത്തിൽ എല്ലാവിധ എന്താണോ പ്രശ്നം, ആ പ്രശ്നങ്ങൾ മാറ്റി അള്ളാഹു ഒരുമിച്ച് സ്വരുമയോടുകൂടി ഈ ലോകത്ത് ജീവിക്കാനും നാളെ ആഖിറത്തിൽ ഒരു കുടുംബമായി കഴിയാനും അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. ആമീൻ. അപ്പോൾ ഇന്നത്തെ നമ്മൾ പറയാൻ പോകുന്നത് ഈ 14 സ്വഭാവമുള്ള പുരുഷന്മാരെ നമ്മളൊന്ന് സൂക്ഷിക്കേണ്ടതുണ്ട്. കാരണം ഈ 14 സ്വഭാവമുള്ള പുരുഷന്മാർ ഭാര്യമാരെ വഞ്ചിക്കാൻ വളരെയധികം സാധ്യത കൂടുതലാണ്. അള്ളാഹു കാക്കുമാറാവട്ടെ. എല്ലാ ഭർത്താക്കന്മാരെയും, എല്ലാ സഹോദരന്മാരെയും, എല്ലാ ഉപ്പമാരെയും ഈ 14 സ്വഭാവങ്ങളെ തൊട്ട് അള്ളാഹു കാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നമുക്ക് വിശദീകരിച്ച് പറയാം. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് ഹദീസുകളിൽ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എന്താ ഈ ഭാര്യയോടുള്ള കടമ, അതുപോലെ തിരിച്ചു ഭാര്യക്ക് ഭർത്താവിനോടുള്ള കടമ, ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ നബി തങ്ങൾ പറയുന്ന ഒരു ഹദീസാണ്, ഖിയാറുക്കും ലിനിസാഇഹിം, നിങ്ങളിൽ ഏറ്റവും മാന്യനായ മനുഷ്യൻ, ഒരു പുരുഷനിൽ ഏറ്റവും മാന്യനായ പുരുഷൻ എന്ന് പറഞ്ഞാൽ അവൻ ഭാര്യമാരോട്, തൻ്റെ വീട്ടിലുള്ള പെണ്ണുങ്ങളോട് മാന്യമായി പെരുമാറുന്നവനാണ്. മാന്യതയ്ക്ക് നിരക്കാത്തൊരു വർത്തമാനം, ഒരു പ്രവൃത്തിയോ അവരിൽ നിന്നും ഉണ്ടാവില്ലെന്നാണ്. അള്ളാഹുവേ ഞങ്ങളെല്ലാവരെയും നീ മാന്യതയുള്ളവരിൽ പെടുത്തണേ റഹ്മാനെ. എന്തെങ്കിലും അബദ്ധങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നീ പൊരുത്തപ്പെട്ട് തരണേ അല്ലാഹ്. നമ്മൾ ദുആരക്കുകയാണ്. ഇവിടെ ഒരുപാട് പേര് കമൻറ്റിലൂടെ പറയുന്നുണ്ട്, ഉസ്താദേ എൻ്റെ ഭർത്താവ് ഇന്നാലിന്ന പ്രവൃത്തിയിലാണ്, അപ്പോൾ അതുകൊണ്ട് ഒരു സമാധാനമില്ല, ഒരു സ്വസ്ഥതയില്ല, കുടുംബത്തിൽ എപ്പോഴും വഴക്കാണ്, ഒരു പ്രയാസമാണ് എന്നൊക്കെ ഒരുപാട് പേര് ഇങ്ങനെ പരാതി പറയാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഒരു ഹദീസ്, എൻ്റെ ഭർത്താക്കന്മാരെ, ഈ പറയുന്ന ഞാനും ഒരു ഭർത്താവാണ്, ഞാനും മനസ്സിലാക്കണം, നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. അസ്സൗജു മുഅദ്ദബുൻ ലിബുക്കാഇ സൗജതിഹി അലൈഹി, ഒരു പുരുഷൻ അവൻ്റെ ഭാര്യയെ കരയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലാഹ് പടച്ചോനെ കാക്കണേ റബ്ബേ, ഒരു പുരുഷൻ ഒരു ഭാര്യയെ കരയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവൻ നരകത്തിൻ്റെ അവകാശിയാണെന്നാണ്. ചില വർത്തമാനങ്ങൾ പറഞ്ഞ്, ചില പ്രവൃത്തികൾ കാരണം ഭാര്യമാർ കരയാൻ കാരണമായിട്ടുണ്ടെങ്കിൽ അള്ളാഹു നമുക്ക് പുറത്തു തരുമാറാവട്ടെ. ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അല്ലേ, നമ്മൾ കാരണം നമ്മുടെ ഭാര്യമാർ കരഞ്ഞിട്ടുണ്ട്, സങ്കടപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു നമുക്കും അവർക്കും പുറത്തു കൊടുക്കുമാറാവട്ടെ. ഇനി പറയാനുള്ളത്, അങ്ങനെ അവരുടെ സ്വന്തം നാടും വീടും ഉമ്മയെയും വാപ്പയെയും ഒക്കെ വിട്ടിട്ട് ഭർത്താവായ നമ്മുടെ വീട്ടിൽ വന്ന് താമസിക്കുന്നവരല്ലേ നമ്മുടെ ഭാര്യമാർ അല്ലേ? നമ്മുടെ ഭാര്യമാർ അങ്ങനെയുള്ളവരാണ്. അവർ ജനിച്ച മഹല്ലിലല്ല അവരെ ഖബറടക്കം ചെയ്യപ്പെടുന്നത്, നമ്മുടെ മഹല്ലിലാണ്.
അല്ലേ? നമ്മളെവിടെ ഏത് മഹലിലാണോ അവിടെയാണ് നമ്മുടെ ഭാര്യമാർ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഖബറടക്കം ചെയ്യപ്പെടുന്നത്. അപ്പോൾ അവരുടെ എല്ലാം വിട്ടെറിഞ്ഞുകൊണ്ട് ഒരു ജീവിതത്തിൻ്റെ ഒരു സമയത്ത് അവർ നമ്മുടെ അടുക്കിലേക്ക് വരികയാണ്. അപ്പോൾ അവരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല, അവരോട് ഒരുപാട് കടമകളുണ്ട്. 14 സ്വഭാവമുള്ള ഒരു പുരുഷനാണെങ്കിൽ ഈ 14 ഏതെങ്കിലും ഒരു സ്വഭാവമുണ്ട് എങ്കിൽ നമ്മൾ നമ്മുടെ ഭാര്യമാരെ വഞ്ചിക്കുന്നവരാണ്. അല്ലാഹു കാക്കുമാറാവട്ടെ. ഒന്നാമത്തേത്, നമ്മുടെ ഭാര്യയുടെ രഹസ്യങ്ങൾ ഒരിക്കലും ആരോടും പറയരുത്. മോശപ്പെട്ട സ്വഭാവത്തിൽപ്പെട്ടതാണ് ഭാര്യയുടെ രഹസ്യങ്ങൾ പറയും. അത് ശാരീരികമായ ബന്ധത്തിലുള്ള ആ ഒരു രഹസ്യം അത് പരസ്യമായി പറഞ്ഞു നടക്കുന്നവരുണ്ട്, അല്ലേ? നബി തങ്ങളുടെ ഒരു ഹദീസിലുണ്ട്, ഇന്നമിൻ അശർരിന്നാസി ഇൻദല്ലാഹി മൻസിലത്തൻ യൗമൽ ഖിയാമ. അതായത് ആഖിറത്തിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും മോശപ്പെട്ട മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അവൻ്റെ ഭാര്യയുമായിട്ടുള്ള രഹസ്യങ്ങൾ അത് പരസ്യമായി പറയുന്നവരാണ്. കൂട്ടുകാരൊക്കെ ഒരുമിച്ചിരിക്കുമ്പോൾ അതങ്ങനെ അതിങ്ങനെ എന്നൊക്കെ പറയാം. അല്ലാഹു കാക്കുമാറാവട്ടെ. ആ ഒരു സ്വഭാവം ഒരു പുരുഷനും ഉണ്ടാവാൻ പാടില്ല. അതുപോലെ തന്നെ മറ്റൊരു പുരുഷന്മാർക്ക് ഉണ്ടാവാൻ പാടില്ലാത്തൊരു സ്വഭാവമാണ് സംശയരോഗം. പകുതി സമാധാനം പോകും. ഈ സംശയരോഗമാണെങ്കിൽ പകുതി സമാധാനം പോകും. അതായത് അത് അവൾ അങ്ങനെ ആയിരിക്കുമോ, അവൾ ഇങ്ങനെ ആയിരിക്കുമോ, അവളുടെ ഫോണിൽ എന്താ ഇങ്ങനെ, അത് ആരാ മെസ്സേജ്, ഇങ്ങനെ സംശയം, അവൾ ആരെയാ വിളിക്കുന്നത്, ഇങ്ങനെയൊക്കെ ഓരോ സംശയങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നഹാ അയ്യത്തുറുക റജുലു അഹ്ലുഹു ലൈല. നബി തങ്ങളുടെ ഒരു ഹദീസാണ്. അതായത് രാത്രി നിങ്ങൾ സർപ്രൈസ് ആയിട്ട് വന്ന് നിങ്ങളുടെ വീടിൻ്റെ വാതിൽ മുട്ടരുതെന്ന്. രാത്രി സർപ്രൈസ് ആയിട്ട് വന്ന്, അത് ചിലപ്പോൾ ഭാര്യ നമ്മുടെ കൊട്ടൽ കേട്ടിട്ട്, നമ്മുടെ കോണിമ്പല് കേട്ടിട്ട് അവൾ വാതിൽ തുറക്കാൻ താമസിച്ചാൽ അത് നമുക്ക് പല സംശയങ്ങളും ഉണ്ടാകും. ശൈത്താൻ അത്തരത്തിൽ സംശയങ്ങൾ കൊണ്ടുവരും. അതുകൊണ്ട് സംശയരോഗം ഉണ്ടാവാൻ പാടില്ല. എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ അത് തുറന്നു പറയുക. അത് ഭാര്യക്കാവട്ടെ ഭർത്താവിനാവട്ടെ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് തുറന്ന് സംസാരിക്കുക. എനിക്ക് സംശയം ഉണ്ടല്ലോ, എന്താ അങ്ങനെ, അത് ക്ലിയർ ആക്കി മാറ്റുക. പരസ്പരം ഭാര്യക്കുണ്ടാവാൻ പാടില്ല, ഭർത്താവിനുണ്ടാകും. ചിലപ്പോൾ ഒരു ഊഹങ്ങളായിരിക്കും. ഇജ്തനിബൂ കസീറൻ മിനൽ ളൻ എന്ന് വിശുദ്ധമായ ഖുർആനിൽ പറയുന്നുണ്ടല്ലോ, അല്ലെ? ഊഹാപോഹങ്ങൾ വെക്കരുത്. ഒരു ഭാര്യയെ പറ്റിയുള്ള ഊഹങ്ങൾ, മോശമായ ഊഹങ്ങൾ, ഭർത്താവിനെ പറ്റി മോശമായ, ചില ഭാര്യമാർ അങ്ങനെയുണ്ട്. ചിലപ്പോൾ അയാൾ അങ്ങനെ ആയിരിക്കും, അയാൾ അങ്ങനെ വിളിച്ചതാണ്. ഒരു ഫോൺ കോൾ വന്നാൽ ഇതാരാണ്, ഇത് ഏതവളാ, അത് ഏതവനാ, ഇങ്ങനെ സംശയം വന്നുകൊണ്ടിരിക്കും. അതൊരു പൊട്ട സംശയമാണ്, അതുണ്ടാവാൻ പാടില്ല. അത് കുടുംബജീവിതത്തെ താറുമാറാക്കും. അത് പ്രത്യേകം മനസ്സിലാക്കുക. ഭാര്യയ്ക്കും ഉണ്ടാവാൻ പാടില്ല സംശയം, ഭർത്താവിന് തിരിച്ചും ഉണ്ടാവാൻ പാടില്ല സംശയം. മൂന്നാമത്തേത്, ഏറ്റവും മോശപ്പെട്ട ഒരു പുരുഷന്റെ സ്വഭാവമാണ് വലാ തദ്രിബിൽ വജ്ഹ എന്നാണ്. ഒരിക്കലും ഭാര്യയുടെ മുഖത്തടിക്കരുത്. ഒരു മോശപ്പെട്ട ഭാര്യ വഞ്ചിക്കുന്ന ഒരു ഭർത്താവിൻ്റെ ഒരു അടയാളമാണ് നബി തങ്ങൾ പറഞ്ഞത്. ഭാര്യയെ ഉപദ്രവിക്കുന്ന ഭർത്താവ് മുഖത്തടിക്കുക, പിരടിക്കടിക്കുക, കവിളത്തടിക്കുക, അതുപോലെ തന്നെ തലക്കിട്ടിങ്ങനെ തോണ്ടുക, ഇങ്ങനെ തേമ്പ് കൊടുക്കുക എന്നിങ്ങനെ പറയും. തേമ്പ് കൊടുക്കുക. എന്ത് ചെയ്താലും ഈ അടിയും ബഹളവും വഴക്കും വക്കാണവും, അങ്ങനെയുള്ള പുരുഷന് ഒരു ബറക്കത്തേ ഉണ്ടാവില്ല. എപ്പോഴും അള്ളാഹുവിൻ്റെ ഒരു ബറക്കത്തില്ലായ്മയായിരിക്കും ആ കുടുംബത്തിൽ ഉണ്ടാവുക. ഒരിക്കലും ഭാര്യമാരുടെ മുഖത്തടിക്കാൻ പാടില്ല. അത് വളരെ മോശമായ ഒരു സ്വഭാവമാണ്. നാലാമത്തേത്, വലാ തുഖബ്ബിഹ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു നൽകിയത്. ആളുകൾക്കിടയിൽ വെച്ച് വഷളാക്കരുത് നിന്റെ ഭാര്യയെ. പ്രത്യേകിച്ച് ഈ ആണുങ്ങൾക്കുള്ള ഒരു സ്വഭാവമാണ്, ആരെങ്കിലും രണ്ടുപേര് കാണുന്നുണ്ട് എന്ന് അറിയുമ്പോൾ ഒരു ഷൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ആളുകളുടെ മുന്നിൽ ഞാനൊരു നല്ലൊരു ഡീസൻറ്റ് ഭർത്താവാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഭാര്യമാർ സംസാരിക്കുന്ന ആളുകളുണ്ട്. ഇപ്പോൾ ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാതിരിക്കുന്ന സമയത്ത് ഇപ്പോൾ ഗ്ലാസ് ഇങ്ങനെ മറിഞ്ഞു പോയി, അല്ലെങ്കിൽ ഇരിക്കുന്ന സമയത്ത് ആ ഇരുത്ത് ശരിയായില്ല, അപ്പോൾ ഒരു ശബ്ദം ഉയർത്തിയിട്ട് ഭാര്യമാരോട് കർക്കശ്യമായിട്ട് പെരുമാറുന്നവർ, ആളുകൾക്കിടയിൽ വഷളാക്കുന്നവർ, അതൊരു മോശപ്പെട്ട ഭർത്താവിൻ്റെ സ്വഭാവമാണ്. അതുണ്ടാവാൻ പാടില്ല. കാരണം നമ്മൾ അവരെ മോശപ്പെടുത്തുമ്പോൾ അവർ സ്വന്തമായി ഇല്ലാതാവുകയാണ്. പല ഭാര്യമാരും പറഞ്ഞിട്ടുണ്ട്, ഉസ്താദേ മൂപ്പരെന്നെ വഴക്ക് പറഞ്ഞോട്ടെ, ഞാനത് സഹിച്ചു, പക്ഷേ ഈ ആളുകളുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ മോശപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ അതെനിക്ക് വലിയൊരു സങ്കടമാണെന്ന് പല ഉമ്മമാരും പറയാറുണ്ട്. അഞ്ചാമത്തേത്, പിണക്കം വീട്ടിൽ ഒതുക്കി നിർത്തണം. എപ്പോഴും പിണങ്ങുന്ന ഭർത്താവായി മാറരുത്. എല്ലാ കാര്യത്തിനും പിണക്കം. ഓള് വെള്ളം തന്നില്ല, അപ്പം പിണങ്ങി. ഓള് വാതിൽ തുറന്നില്ല, അപ്പം പിണങ്ങി. ഓള് ഫോൺ വിളിച്ചിട്ട് എടുത്തില്ല, അപ്പം പിണങ്ങി. എടോ, ഈ ഫോൺ ഇപ്പോൾ ഭർത്താവ് വിളിക്കുമ്പോൾ നല്ല ഭാര്യയാണെങ്കിൽ അവൾക്ക് തിരക്കൊന്നും ഇല്ല എങ്കിൽ അവൾ എടുക്കൂലേ? തിരക്കുണ്ടെങ്കിൽ തന്നെ അവൾ എന്ത് ചെയ്യും? തിരിച്ചു വിളിക്കൂലേ?
ഇത് ഫോൺ എടുത്തില്ല. ഇപ്പോൾ നമുക്കറിയില്ലല്ലോ നമ്മുടെ ഭാര്യമാർ ഏത് ഹാലിലായിരിക്കും, ഏത് അവസ്ഥയിലായിരിക്കുമെന്ന്. അപ്പോൾ അവർ ചിലപ്പോൾ ജോലിയിലായിരിക്കും, ചിലപ്പോൾ എന്താണ് നമ്മൾ ഫോൺ എടുത്ത് സംസാരിച്ചാൽ ചിലപ്പോൾ മീൻ കരിഞ്ഞു പോകും, അല്ലെങ്കിൽ പൂച്ച മീൻ കൊണ്ടുപോകും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാഹചര്യമായിരിക്കും. അതുകൊണ്ടായിരിക്കും ഫോൺ എടുക്കാത്തത്. ചിലപ്പോൾ അത് കേട്ടിട്ടുണ്ടാവില്ല, സൈലൻ്റ് ആയിരിക്കും. അതിന് ദേഷ്യപ്പെടുന്നു, ഞാൻ 5 പ്രാവശ്യം വിളിച്ചു, നീ എന്താ ഫോൺ എടുക്കാത്ത, ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്. ഇത് വളരെ മോശപ്പെട്ട സ്വഭാവമാണ്, അതുണ്ടാവാൻ പാടില്ല. പിന്നെയോ 6ാമത്തേത് ആർത്തവത്തിൻ്റെ ആ ഒരു സമയത്തൊക്കെ അവരോട് മാന്യമായി പെരുമാറുക. വളരെയധികം സ്നേഹം അവർ കൊതിക്കുന്നൊരു സമയമാണ്. ഒരു സ്നേഹത്തിൻ്റെ സ്നേഹമസൃണമായ ഒരു തലോടൽ, ഒരു വാക്ക്, നല്ല വാക്ക് കൊതിക്കുന്നൊരു സമയമാണ് ഈ ആർത്തവത്തിൻ്റെ മെൻസസിൻ്റെ സമയം. ആ സമയത്തൊക്കെ ശാരീരികമായും മാനസികമായും ഒക്കെ എന്താ പറയുക, മോശമായിട്ട് പെരുമാറുന്ന ഒരുപാട് ഭർത്താക്കന്മാരുണ്ട്. അത് ഉണ്ടാവാൻ പാടില്ല. 7ാമത്തേത് ചെലവിന് കൊടുക്കൽ നിർബന്ധമാണ്. ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. മോശപ്പെട്ട ഭർത്താവിൻ്റെ സ്വഭാവത്തിൽപ്പെട്ടതാണ് ചെലവിന് കൊടുക്കാതിരിക്കുക. അതായത് സ്വന്തമായിട്ട് കുഴിമന്തിയും അൽഫാമൊക്കെ വാങ്ങിച്ചു തിന്നും, വീട്ടിലേക്ക് വരുമ്പോൾ ഒന്നും കൊണ്ടുവരില്ല. വീട്ടിലെന്തോ കഞ്ഞി, അത് എനിക്ക് വേണ്ട, ഞാൻ അവിടെ നിന്ന് കഴിച്ചു, ഞാൻ കടയിൽ നിന്ന് കഴിച്ചു, നിങ്ങളിത് കഴിച്ചോ. ചിലപ്പോൾ വീട്ടിലെന്താ മുളക് ചാലിച്ചതും ചിലപ്പോൾ അച്ചാറൊക്കെ ആയിരിക്കും, അത് കഴിച്ച് ഇവരിങ്ങനെ കഴിഞ്ഞു കൂടും. ഇയാൾ കടയിലൊക്കെ പോയി കുഴിമന്തിയും അതും ഇതൊക്കെ കഴിച്ച് വാങ്ങി വല്ല ഉഷാറാകും. അങ്ങനെയല്ല, നമ്മൾ എന്ത് കഴിച്ചാലും അത് അതിൻ്റെ ഒരു ഓഹരി നമ്മുടെ ഭാര്യക്കോ നമ്മുടെ മക്കൾക്കോ കൊടുക്കണമെന്നാണ്. അതൊക്കെ ഒരു ഹൈറല്ലേ, ഒരു ബറക്കത്വമാണ് അതൊക്കെ. നമ്മുടെ ഇപ്പോൾ ഒരിക്കലും ഭാര്യമാരുടെ ചെലവിലല്ല ഭർത്താക്കന്മാർ കഴിയേണ്ടത്, ഭർത്താവിൻ്റെ ചെലവിലായിരിക്കണം ഭാര്യ കഴിയേണ്ടതെന്നാണ്. ഭാര്യയ്ക്ക് ജോലി ഉണ്ടാവട്ടെ. ഇപ്പോൾ വീട്ടിൽ എന്താണ്, ഇപ്പോൾ പല സ്ത്രീകളും പല ഉമ്മമാരും സഹോദരിമാരൊക്കെ പല ജോലികളിൽ ചെയ്യുന്നവരാണ്. ചിലപ്പോൾ കേക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ തയ്യലുള്ള ഉമ്മമാരുണ്ട്, അല്ലെങ്കിൽ കൈത്തൊഴിലായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കുന്ന, ചിലപ്പോൾ ഈ വിത്തുണ്ടല്ലോ, ഓരോ പച്ചക്കറി വിത്ത്, അതൊക്കെ വിൽക്കുന്ന ആളുകളുണ്ട്. അപ്പം അങ്ങനെ പല ജോലികൾ അവരെ കൊണ്ട് പറ്റുന്നതൊക്കെ ചെയ്യാറുണ്ട്. ചിലപ്പോൾ ട്യൂഷൻ എടുക്കുന്നവരുണ്ടാകും. അതൊക്കെ ഒരു ഹൈറാണ്. അപ്പോൾ അവർക്ക് കിട്ടുന്ന കാശ് അത് അവർക്കുള്ളതാണ്. അത് നമ്മൾ ഇരുന്ന് വാങ്ങരുത്. അതൊരു മോശപ്പെട്ട സ്വഭാവമാണ്. ഇനി കയ്യിലൊന്നും ഇല്ലെങ്കിൽ വാങ്ങാം, അവർ തന്നാൽ നമുക്ക് വാങ്ങാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷേ വീട്ടിലെ ചിലവ് നോക്കേണ്ടത് നമ്മൾ അധ്വാനിക്കുന്ന പൈസ കൊണ്ടായിരിക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. 8ാമത്തേത് 4 മാസത്തിൽ കൂടുതൽ അവരുമായി വേർപിരിഞ്ഞു നിൽക്കരുതെന്നാണ്. അതായത് ഭാര്യമാർക്ക് ശാരീരികമായ ഒരുപാട് ആവശ്യങ്ങളുണ്ടാകും. അത് ഒരു ഭർത്താവ് നിർവഹിച്ചു കൊടുക്കൽ അവൻ്റെ മേൽ ബാധ്യതയാണ്. അപ്പോൾ 4 മാസമാണ് ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം പറയപ്പെടുന്ന 4 മാസമാണ് അവളെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് അവളുടെ വികാര വിചാരങ്ങൾ പിടിച്ചു നിർത്താൻ പറ്റുന്ന ഒരു കാലയളവെന്നാണ്. അപ്പോൾ ഇപ്പോൾ ഗൾഫിലേക്ക് പോകുന്ന ആളുകളൊക്കെ ഉണ്ടാകും. അവർക്കൊക്കെ ഈ ഭാര്യമാരുടെ പൊരുത്തമൊക്കെ ഉണ്ടെങ്കിൽ പോകാം. പൊരുത്തം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പോയിക്കോ, നമ്മുടെ ജീവിതത്തിൻ്റെ ആവശ്യമല്ലേ, നമുക്ക് വീട് വെക്കാനല്ലേ, നമ്മുടെ മക്കളെ പോറ്റാനല്ലേ, നിങ്ങൾ പോയിക്കോ, അങ്ങനെയാണെങ്കിൽ അവർക്ക് പോകാം. അല്ലാതെ ഭാര്യമാരെ വിഷമിപ്പിച്ചിട്ട് കൊണ്ട് ഭർത്താക്കന്മാർ അങ്ങനെ പോയി നിൽക്കാൻ പാടില്ല എന്ന് പോലും നമുക്ക് പണ്ഡിതന്മാർ പഠിപ്പിച്ച് നൽകുകയാണ്. അല്ലാഹു തആല പ്രവാസികളായ ആളുകൾക്കൊക്കെ ഖൈർ കൊടുക്കുമാറാവട്ടെ, അവരുടെ ജീവിതത്തിൽ ബറക്കത്ത് കൊടുക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇപ്പോൾ നമ്മുടെ ദീൻ പഠിപ്പിക്കുന്നത് 4 മാസത്തേക്കാൾ കൂടുതൽ അവരുമായിട്ട് അനാവശ്യമായി വേർപിരിഞ്ഞ് നിൽക്കാൻ പാടില്ല. ആവശ്യത്തിൽ ഇപ്പോൾ ജോലി സംബന്ധമായ കാര്യങ്ങൾക്കൊക്കെ ആണെങ്കിൽ നമുക്കിപ്പോൾ നിൽക്കലല്ലാതെ നിർവാഹമില്ലല്ലോ. ഇനി 9ാമത്തേത് മഹറിൻ്റെ വിഷയത്തിൽ അനീതി കാണിക്കരുത്. ഇപ്പോൾ കല്യാണത്തിൻ്റെ സമയത്ത് പറഞ്ഞു 10 ഗ്രാം മഹറിന് പകരം, അല്ലെങ്കിൽ 50 ഗ്രാം അല്ലെങ്കിൽ 25 ഗ്രാം ഒക്കെ പറയും. എന്നിട്ട് മഹറോ കൊടുക്കൂല. ചിലപ്പോൾ 2 ഗ്രാമിൻ്റെ അല്ലെങ്കിൽ ഒരു 3 ഗ്രാം അത്ര കൊടുക്കുള്ളൂ. ബാക്കി നമ്മൾക്കിങ്ങനെ മഹർ കൊടുക്കാൻ ബാക്കി കിടക്കുകയാണ്. അങ്ങനെ മഹറിൻ്റെ കാര്യത്തിൽ പിശുക്ക് കാണിക്കാൻ പാടില്ല. മഹർ അത് അവർക്ക് അർഹതപ്പെട്ടതാണ്, അത് നമ്മൾ കൊടുത്തേ മതിയാകൂ. അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ 10ാമത്തെ സ്വഭാവമാണ് അവരുടെ മാതാപിതാക്കളെ തൊട്ട് അവരെ തടയരുത്. ആരാ വിളിക്കുന്ന? ഉമ്മയാണ്. വെച്ചൻ്റെ എത്ര സമയമായി, അല്ലെങ്കിൽ ഞാനൊന്ന് വീട്ടിൽ പോയിക്കോട്ടെ, നീ ഇപ്പോൾ പോകണ്ട, പിന്നെ അടുത്ത ആഴ്ച പോകാം, അടുത്ത ആഴ്ച പോകണ്ട, പിന്നത്തെ ആഴ്ച പോകാം. ഇങ്ങനെ നീട്ടി അവരുടെ വീടുമായി ഒന്ന് അകലിപ്പിക്കുക. അതായത് ഭാര്യയുടെ വീട്ടുകാരുമായിട്ട് അകത്തിപ്പിക്കുക, അതായത് അകന്ന് നിൽക്കുക. അതൊരു മോശപ്പെട്ട ഭർത്താവിൻ്റെ സ്വഭാവമാണ്, അത് ഉണ്ടാവാൻ പാടില്ല. പിന്നെ ചില ഭാര്യമാരത് മുതലെടുക്കൂട്ടോ, എപ്പോഴും ഞാൻ വീട്ടിൽ പോയിക്കോട്ടെ, എനിക്ക് വീട്ടിൽ പോകണം, ഉമ്മാനെ കാണും, അപ്പാനെ, അങ്ങനെ പാടില്ല. കാരണം നമ്മുടെ ഭർത്താവ് നമ്മളെ വിശ്വസിച്ച് എൻ്റെ ഭാര്യ, ഞാൻ, എൻ്റെ ഒരു കുടുംബം അത് ആഗ്രഹിച്ച് വരുന്ന ആളാണ്. അപ്പോൾ നമ്മൾ മൂപ്പരെ ഇടങ്ങേറാക്കുന്ന ഒരു സ്വഭാവം പെണ്ണുങ്ങൾക്ക് ഉണ്ടാവാൻ പാടില്ല. ഈ പെണ്ണുങ്ങളെ ഇടങ്ങേറാക്കുന്ന ഒരു സ്വഭാവം ആണുങ്ങൾക്കും ഉണ്ടാവാൻ പാടില്ല. 11ാമത്തേത് വീട്ടുകാര്യങ്ങളിൽ ഒരിക്കലും പിശുക്ക് കാണിക്കരുതെന്നാണ്.
യാ അല്ലാ ഒരു സ്വിച്ച് നന്നാക്കാൻ പറഞ്ഞ ഒരു 5-6 മാസമായി. അങ്ങനെയൊന്നും പാടില്ല. ചിലപ്പോൾ ഒരു ഉപ്പ് വാങ്ങാനോ അല്ലെങ്കിൽ മുളക് വാങ്ങാനോ ഒക്കെ പറഞ്ഞു വിട്ടാൽ അത് വാങ്ങിക്കാമെന്ന് പറഞ്ഞ് ഇങ്ങനെ പോകും. വീട്ടു സാധനങ്ങൾ വാങ്ങുന്നതിൽ പിശുക്ക് കാണിക്കാൻ പാടില്ല. എന്നാൽ ചിലപ്പോൾ വെളിച്ചെണ്ണയും അതുപോലെ തന്നെ പഞ്ചസാരയൊക്കെ അമിതമായി ഉപയോഗിക്കുന്ന ആളുകളുണ്ടാകും. അപ്പോൾ അവരിങ്ങനെ അമിതമായിട്ട് വാങ്ങിക്കൊടുക്കാനും പാടില്ല, എന്നാൽ തീരെ പിശുക്ക് കാണിക്കാനും വേണ്ട സാധനങ്ങൾ ആവശ്യാനുസരണം വാങ്ങിക്കൊടുക്കേണ്ടത് ഒരു ഭർത്താവിൻ്റെ കടമയാണ്. 12-ാമത്തേത് നിസ്കാരം, നോമ്പ്, മറ്റ് ആരാധന കർമ്മങ്ങളിൽ ഭാര്യയെ സഹായിക്കുന്ന ഭർത്താവണം. അതൊരു നല്ല ഭർത്താവിൻ്റെ സ്വഭാവമാണ്. സുബഹിക്ക് എഴുന്നേൽക്കുമ്പോൾ അവളെയും വിളിക്കുക, അതുപോലെ തന്നെ നോമ്പിന് അത്താഴത്തിന് എഴുന്നേൽക്കുമ്പോൾ ഭാര്യയെ വിളിക്കുക, മറ്റ് ഇബാദത്തുകളുടെ കാര്യത്തിൽ ഭാര്യയെ ഉണർത്തുക. അതൊക്കെ എന്താണ്? ഒരു ഭർത്താവ് ചെയ്യേണ്ട കടമയിൽ പെട്ടതാണ്. 13-ാമത്തേത് വാഗ്ദാനം പാലിക്കണമെന്നാണ്. വാഗ്ദാനം പാലിക്കണം. ഭർത്താവ് എപ്പോഴും വാഗ്ദാനം പാലിക്കുന്നവനാവണം. വിവാഹത്തിന് മുമ്പ് കല്യാണം ഇപ്പോൾ +2 വരെ പഠിച്ചിട്ടുണ്ട്, ഡിഗ്രിക്ക് പഠിക്കാൻ താല്പര്യമുണ്ട്, അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ നമുക്ക് കല്യാണം കഴിഞ്ഞ് ശരിയാക്കാം. വെറുതെ തള്ളി വിടണമായിരിക്കും, വെറുതെ തട്ടി വിടണമായിരിക്കും. പിന്നെ എന്തിനാ പഠിക്കുക, വേണ്ട, പഠിച്ചിട്ട് എന്ത് കിട്ടാനാ, അങ്ങനെയല്ല. അപ്പോൾ ഭാര്യമാർക്ക് സഹോദരിമാർക്കൊക്കെ ഇന്നത്തെ കാലത്ത് പഠിക്കണം, എൻ്റെ കൂട്ടുകാർ പഠിച്ചതുപോലെ പഠിക്കണം, അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹമുണ്ടാകും. അപ്പോൾ അങ്ങനെ നമ്മളൊരു എന്തെങ്കിലും വാഗ്ദാനം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പഠിക്കാനുള്ള ഒരു അവസരം അവർക്ക് ഉണ്ടാക്കി കൊടുക്കും. ഇപ്പോൾ എല്ലാം ഓൺലൈനായിട്ട് പഠിക്കാനുള്ള സാഹചര്യമുണ്ടല്ലോ. അപ്പോൾ ഫ്രീ ടൈമിൽ ഇരുന്ന് അവർ പഠിക്കട്ടെ, എല്ലാവരും പഠിക്കട്ടെ. കാരണം നമ്മുടെ മക്കളുണ്ടാകും. ഇന്നത്തെ കാലം അറിയാം, നമ്മുടെ മക്കൾ ഹൈടെക് യുഗത്തിലാണ്. അപ്പോൾ നമുക്കൊന്നും അറിയില്ല. അപ്പോൾ നമ്മുടെ ഭാര്യമാരായിരിക്കും നമ്മുടെ മക്കളോടൊപ്പം കൂടുതൽ സമയം ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ ഭാര്യമാർ, ഉമ്മ ഇതെന്താ, അതെനിക്കറിയില്ല മകനെ, ഞാൻ പഠിച്ചിട്ടില്ല എന്ന് നമ്മുടെ ഭാര്യമാർ പറയുന്നൊരവസ്ഥ ഉണ്ടാവരുത്. പറ്റുന്ന രൂപത്തിൽ അവരും പഠിക്കട്ടെ. അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് ഭാര്യമാർ മുതലെടുക്കാനും പാടില്ല. എനിക്ക് അത് പഠിക്കണം, അത് പഠിച്ചതിന് ഇത് പഠിക്കണം, ഇങ്ങനെ ഭർത്താവിനിട്ട് എടങ്ങേറാക്കാനും പാടില്ല. അതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് അവരുടെ എല്ലാ കാര്യങ്ങളും അവരുടെ വാപ്പയോടായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ആ വാപ്പയുടെ സ്ഥാനത്തേക്കാണ് ഭർത്താവായ നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ അവൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ, ഇപ്പോൾ കഴിക്കാൻ എന്തെങ്കിലും ആഗ്രഹമുണ്ട്, ഒരു കേക്ക് വേണം, അല്ലെങ്കിൽ ഒരു ചോക്ലേറ്റ് കഴിക്കാൻ തോന്നുന്നു, ഡയറി മിൽക്ക് കഴിക്കാൻ തോന്നുന്നു, അല്ലെങ്കിൽ ഒരു ഐസ്ക്രീം കഴിക്കാൻ തോന്നുന്നു, ആ കാര്യങ്ങളൊക്കെ നമ്മുടെ ഭർത്താവായി നമ്മളോട് കഴിക്കുമല്ലോ ഒരു പക്ഷേ പറയുക. അപ്പോൾ എന്ത് ചെയ്യുക, അത് പറ്റുന്ന രൂപത്തിൽ സാധിപ്പിച്ചു കൊടുക്കുക. 14-ാമത്തേത് വൃത്തിയില്ലാത്ത ഭർത്താക്കന്മാർ ഒരുപാടുണ്ട്, അതുണ്ടാവാൻ പാടില്ല. ഒരിക്കൽ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കലേക്ക് ഒരു സ്ത്രീ കടന്നു വന്നു. എന്നിട്ട് പറഞ്ഞു, ഉമർ തങ്ങളെ, എനിക്ക് എൻ്റെ ഭർത്താവിനെ ഒഴിവാക്കണം, എൻ്റെ ഭർത്താവിനെ എനിക്ക് വേണ്ട, എനിക്ക് വിവാഹമോചനം വേണം എന്ന് ഒരു സ്ത്രീ വന്ന് ഉമർ തങ്ങളോട് പറഞ്ഞു. അപ്പോൾ ചോദിച്ചു, എന്താ നിങ്ങൾ അങ്ങനെ പറയാനുള്ള കാരണം? അപ്പോൾ ആ സ്ത്രീ പറയുകയാണ്, എൻ്റെ ഭർത്താവിന് തീരെ വൃത്തിയില്ല, കുളിക്കാറില്ല, പല്ല് തേക്കാറില്ല, അടുത്ത് കിടന്നാൽ അടുക്കാൻ പറ്റുന്നില്ല, അത്തരത്തിൽ വളരെ മോശപ്പെട്ട ഒരു താടി മുടിയൊക്കെ ഇങ്ങനെ ഇങ്ങനെ വളർത്തുകയാണ്, വൃത്തിയില്ലാത്ത അയാളുടെ കൂടെ എനിക്ക് കഴിയണ്ട. ഉടൻ തന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ അയാളെ വിളിച്ചു വരുത്തി. നോക്കുമ്പോൾ ഒരു വല്ലാത്തൊരു കോലം. ഉടൻ തന്നെ കുറച്ച് സ്വഹാബിമാരെ വിളിച്ചിട്ട് പറഞ്ഞു, നല്ലതുപോലെ കുളിപ്പിക്കാൻ പറഞ്ഞു. നല്ലപോലെ കുളിപ്പിച്ചു, താടിയൊക്കെ ഒന്ന് ഉഷാറാക്കി, പല്ലൊക്കെ ഒന്ന് തേപ്പിച്ചു, നല്ല ഉടുപ്പൊക്കെ ഇടിപ്പിച്ചു, ഇയാളെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി. എന്നിട്ട് ചോദിച്ചു, ഇനി നിങ്ങൾക്ക് ഇയാളെ വേണോന്ന്? അപ്പോൾ ആ ഭാര്യ പറയാൻ, ഇപ്പോൾ കുഴപ്പമില്ല, ഇപ്പോൾ ഉഷാറായിട്ടുണ്ട്, ഇപ്പോൾ പുതിയാപ്പിളയായിട്ടുണ്ട്, എനിക്ക് ഇയാളെ തന്നെ മതി, അദ്ദേഹത്തെ തന്നെ മതി എന്ന് പറഞ്ഞ ഒരു ചരിത്രം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ നമുക്ക് സീറയിൽ ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. അപ്പോൾ ചില ഭർത്താക്കന്മാർ ബീഡി വലിച്ച്, സിഗരറ്റ് വലിച്ച് ആ ഒരു സ്മെല്ലോട് കൂടി വന്ന് കിടന്നിട്ട് ഭാര്യമാരിട്ട് എടങ്ങാറാക്കുന്ന ആളുകളുണ്ട്. അതുണ്ടാവാൻ പാടില്ല. നമ്മൾ എത്രമാത്രം വൃത്തി നമ്മുടെ ഭാര്യമാരിൽ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നു, അതുപോലെ നമ്മുടെ ഭാര്യമാർ നമ്മുടെ ഭാഗത്തു നിന്നും വൃത്തി ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ പരസ്പരം വൃത്തിയുള്ളവരാവണം. അത് എന്തൊക്കെയാണോ കാര്യങ്ങൾ വൃത്തിയുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ടത് അതെല്ലാം ഉണ്ടാവണം. എല്ലാത്തിലും ഉപരിയായി ഭർത്താവ് ഭാര്യയ്ക്കു വേണ്ടിയും ഭാര്യ ഭർത്താവിന് വേണ്ടി പരസ്പരം ദുആ ചെയ്യണമെന്നാണ്. നമുക്ക് ആ ദുആ അറിയാമല്ലോ. കുടുംബജീവിതത്തിൽ എല്ലാവിധ ഖൈറും സലാമത്തും ഉണ്ടാവാൻ ഒരു ദുആ, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വ ദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. ഈ ദുആ നമ്മൾ ഒരുപാട് വട്ടം പറയുക. നമ്മുടെ നിസ്കാരത്തിന് ശേഷവും മറ്റ് സമയങ്ങളിലൊക്കെ ഈ ദുആ നമ്മൾ അധികരിപ്പിക്കേണ്ടതുണ്ട്. നമ്മുടെ മക്കൾ നന്നാവാനും ഭാര്യ നന്നാവാനും ഭർത്താവിൻ്റെ സ്വഭാവം നന്നാവാനൊക്കെ ഈ ദുആ നല്ല പെർഫെക്റ്റാണ്. അതോടൊപ്പം തന്നെ ഈ ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം എപ്പോഴും പറയേണ്ട ഒരു ഇസ്മുണ്ട്. അള്ളാഹുവിൻ്റെ പേരുകളിൽപ്പെട്ട ഒരു പേരാണ് യാ വദൂദ് യാ അല്ലാ. യാ വദൂദ് യാ അല്ലാ എന്ന ഇസ്മ് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള പിണക്കം മാറി ഇണക്കം വരാൻ യാ വദൂദ് യാ അല്ലാ എന്ന ഇസ്മ് മുറുകെ പിടിക്കുക. എല്ലാ നമസ്കാരത്തിന് ശേഷവും നെഞ്ചിൽ കൈവച്ചിട്ട് ഈ ഇസ്മ് നമ്മൾ 7 പ്രാവശ്യമോ 5 പ്രാവശ്യമോ പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് കുടുംബ
കുടുംബജീവിതത്തിൽ ഖൈറുണ്ടാവും, ബറക്കത്തുണ്ടാകും. അല്ലാഹു തആല നമ്മുടെ ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ ഐശ്വര്യവും സമാധാനവും അതുപോലെ റാഹത്തും ഒരുമയും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് പേര് ഭർത്താക്കന്മാർ മരണപ്പെട്ടവരുണ്ട്, ഭാര്യമാർ മരണപ്പെട്ടവരുണ്ട്. മരണപ്പെട്ടുപോയ നമ്മുടെ ഇണകൾക്ക് അല്ലാഹു തആല ഖൈറും സലാമത്തും മഗ്ഫിറത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിച്ചിരിക്കുന്ന നമുക്ക് എല്ലാവർക്കും അല്ലാഹു തആല എല്ലാവിധത്തിലുള്ള ആരോഗ്യവും നൽകുമാറാവട്ടെ. അല്ലാഹു തആല നമ്മുടെ കുടുംബജീവിതം ആ സന്തോഷത്തോടു കൂടി കൊണ്ടുപോകാനും ഇതേ കുടുംബജീവിതം നാളെ സ്വർഗ്ഗത്തിലും തുടർന്ന് കൊണ്ടുപോകാനും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് പേര് ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി എല്ലാ ദുആയിലും ഉൾപ്പെടുത്തുന്നുണ്ട്. അല്ലാഹു തആല ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എല്ലാവരുടെയും മനസ്സിലുള്ള ഹലാലായ മുറാദുകൾ ഹാസിലാക്കുമാറാവട്ടെ. രോഗങ്ങൾക്ക് ശിഫാ നൽകട്ടെ. ആമീൻ.